നടക്കുക. ഡിസംബർ 9-നും 11-നുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതുപോലെ തന്നെ ഡിസംബർ 13-ന് ഈ പോളിംഗ് നടക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി പോളിംഗിന് വേണ്ടിയുള്ളത്. കേവലം ഒരു മാസം പോലും തികച്ചില്ല. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തെക്കൻ ജില്ലകളിൽ കോർപ്പറേഷനുകളുടെ, അതായത് പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, ഈ കോർപ്പറേഷനുകളിലൊക്കെ തന്നെ കോൺഗ്രസിന്റെയും CPIM-ന്റെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുമെന്ന് പറയാൻ കഴിയും. ഇന്നോ നാളെയോ തന്നെ LDFും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെയും കോർപ്പറേഷനുകളുടെ സ്ഥാനാർത്ഥികളുടെയും ഒക്കെ തന്നെ പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വേഗത്തിൽ ആണ് ഇനി നടപടിക്രമങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുക. പ്രത്യേകിച്ചും ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ഉള്ള ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി LDFന്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ കുത്തകയായ 2 കോർപ്പറേഷനുകളാണ്. അത് തന്നെയാണ്. അതേസമയം എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ തന്നെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞ് ഭരണം വന്നിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ട്. കണ്ണൂരിലും ഒക്കെ അത്തരത്തിൽ ഒരു രീതിയാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷനുകൾ പിടിക്കുക, ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുക, ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ഇടതു മുന്നണിയുടെയും അതിനുപരിയായി BJPയും ലക്ഷ്യം വെക്കുന്നത്. BJP ആകട്ടെ തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ ഈ പ്രാവശ്യം പിടിച്ചെടുക്കണം എന്ന് വലിയ തരത്തിലുള്ള നീക്കവും അതിനായി നടത്തി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പ്രമുഖരെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം 67 സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടത്. അതിൽ മുൻ DGP ശ്രീലേഖ IPS, അതുകൂടാതെ ഒളിമ്പ്യൻ പത്മിനി തോമസ്, അതുപോലെ അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് അവർ കരുതുന്ന VV രാജേഷ് ഉൾപ്പെടെയുള്ളവരെ തിരുവനന്തപുരം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം കൊല്ലത്തും അതുപോലെ മറ്റ് ജില്ലകളിലും തന്നെ BJP അവരുടെ കോർപ്പറേഷനുകളിലെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള ഒരു അന്തിമ രൂപത്തിലേക്ക് കടന്നിട്ടില്ല. അവരും ഇന്നും നാളെയുമായി തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കും. അതേസമയം നിലവിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും UDF അവരുടെ പ്രധാന ചർച്ചയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല പ്രത്യേകിച്ചും അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ശബരിമല വിഷയം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവും അതിനുപരി സംസ്ഥാന സർക്കാരിനുണ്ടായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഇവയെല്ലാം കാണിച്ചുകൊണ്ടായിരിക്കും UDF എത്തുക. LDF ആകട്ടെ ഭരണ നേട്ടം തന്നെയായിരിക്കും അവർ ആവർത്തിക്കുക. കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ടുള്ള തരത്തിൽ ഒരു നീക്കം നടത്തും. ഒപ്പം ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായി ഉള്ള ചില നീക്കങ്ങൾ മറ്റ് വടക്കൻ ജില്ലകളിൽ നടത്താൻ സാധ്യതയുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കൂടുതൽ പേരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു നീക്കത്തിനാണ് ഇപ്പോൾ ഈ LDF തയ്യാറെടുക്കുന്നത്. BJP ആകട്ടെ പ്രമുഖരെ അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അതായത് മറ്റു ജില്ലകളിലൊക്കെ തന്നെ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പൊതു താല്പര്യമുള്ളവരും അതിലുപരി വളരെ ജനകീയത കൂടിയതുമായ ആളുകളെ കണ്ടെത്തുക, അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്നുള്ളൊരു സമീപനം തന്നെയാണ് BJPയും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മത്സരം വലിയ തരത്തിൽ ആകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 3 രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു അഭിമാന പോരാട്ടമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ, ഈ ഡിസംബർ കഴിഞ്ഞാൽ വലിയ കാലതാമസമില്ലാതെ 3-4 മാസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അത് തൊട്ടുമുമ്പുള്ള ഒരു സെമി ഫൈനൽ ആയിട്ടാണ് ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായും എല്ലാ നേതാക്കന്മാരെയും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രംഗത്തെത്തിച്ചുകൊണ്ട് ഒരു വലിയ തരത്തിലുള്ള നീക്കം LDFും UDFും BJPയും ഒക്കെ നടത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം BJP ആണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും LDFിനും അതുപോലെ തന്നെ കോൺഗ്രസിനുമൊക്കെ ചെറിയ തരത്തിൽ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കോർപ്പറേഷനുകളൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിൽ പോലും പന്തളം ഉൾപ്പെടെയുള്ള ചില മുനിസിപ്പാലിറ്റികൾ അവർക്ക് കിട്ടിയിരുന്നു. ഒപ്പം ചില ജില്ലകൾ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ കാര്യമായ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ അവർ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവരുടെ നേട്ടം മിഷൻ 2025, അതായത് 25% വോട്ട് എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവരുടെ പ്രവർത്തനം. CPM ആകട്ടെ ഈ പഴയപടി
തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതുമുന്നണിക്കുമുണ്ട്. കാരണം ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇപ്രാവശ്യം ഇടതുമുന്നണി രംഗത്തെത്തുക. ഒപ്പം ഈ കോൺഗ്രസിനെതിരെ ചില കൂട്ടുകെട്ടുകളെ എടുത്തു കാണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും ഈ ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസിന്റെ ചില ബന്ധങ്ങൾ ചൂണ്ടിക്കാണിക്കും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നീക്കങ്ങൾ ചെറുക്കാൻ അവർ ശ്രമിക്കും. എന്തായാലും